ഇടുക്കി അടിമാലി മണ്ണിടിച്ചിലിൽ മരിച്ച ബിജുവിന്റെ കുടുംബത്തിന് സഹായവുമായി ദേശീയപാത അതോറിറ്റി 1 ലക്ഷം രൂപയുടെ ധനസഹായമാണ് നൽകിയത്. മകളുടെ പഠന ആവശ്യങ്ങൾക്കായാണ് തുക കൈമാറിയത്. കഴിഞ്ഞ ഒക്ടോബറിലാണ് അടിമാലിയിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിടിച്ചിലുണ്ടാവുകയും ലക്ഷം വീട് കോളനി സ്വദേശി ബിജു മരിക്കുകയും ചെയ്തത്. ദുരന്തത്തിൽ ബിജുവിന്റെ ഭാര്യ സിന്ധുവിന്റെ കാല് നഷ്ടപ്പെട്ടിരുന്നു. ദുരന്തത്തിന് ശേഷം പ്രഖ്യാപിക്കപ്പെട്ട സഹായങ്ങൾ ബിജുവിന്റെ കുടുംബത്തിന് ലഭിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി ജനം TV നൽകിയ വാർത്തയ്ക്ക് പിന്നാലെയാണ് ബിജുവിന്റെ മകളുടെ പഠനത്തിനായി ദേശീയപാത അതോറിറ്റി പ്രഖ്യാപിച്ച 1 ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറിയത്. ഈ മരിച്ചുപോയ ബിജുവിന്റെ മകൾക്ക് 1 ലക്ഷം രൂപ കൊടുക്കാന്നോ, അത് ഇന്നലെ മാത്രമാണ് കൊടുത്തത്. അതിലൊരു കാലതാമസം വന്നിട്ടുണ്ട്. ആ 1 ലക്ഷം രൂപ ഇന്നലെ കൊടുത്തായിട്ടാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. അത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഈ മരിച്ച ബിജുവിന്റെ കുടുംബത്തിന് ധനസഹായം നൽകുന്ന കാര്യത്തിൽ നമ്മുടെ ഗവൺമെന്റിലേക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അടിമാലിയിലുണ്ടായത് മനുഷ്യനിർമ്മിത ദുരന്തമായതിനാൽ ദുരന്ത നിവാരണ നിയമപ്രകാരം ധനസഹായം അനുവദിക്കാനാകില്ലെന്നാണ് ജില്ലാ കളക്ടർ ദിനേശ് ചെറുവാട്ട് പറയുന്നത്. മറിച്ച് തീരുമാനമെടുക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുണ്ടാകണം. ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നും കളക്ടർ വ്യക്തമാക്കി. ഇത് ഒരു നാച്ചുറൽ, ഒരു പ്രകൃതിദത്ത ദുരന്തമല്ല. ഇത് ദേശീയപാത നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ്. ഒരു മനുഷ്യനിർമ്മിത ഒരു ദുരന്തം ആയതുകൊണ്ട് അതിൽ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരമൊക്കെ നമുക്ക് തുക നൽകുന്നതിന് ഒരു പരിമിതിയുണ്ട്. പക്ഷേ ഗവൺമെന്റ് ഇത് പരിഗണിക്കുമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റിലേക്ക് കൊടുത്തിരിക്കുന്നത്. ദുരിതത്തിലകപ്പെട്ട 15 കുടുംബങ്ങളാണ് വാടക വീടുകളിൽ കഴിയുന്നത്. ഈ വീടുകളുടെ വാടക പോലും മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. ബിജുവിന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായം അനുവദിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. ജനം, ഇടുക്കി.